التمسك بالأثر نجاه. الحمد لله رب العالمين، صلى الله وسلم على نبينا محمد وآله وصحبه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യാൻ ഉണർത്തുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് രചിച്ച അൽ ഖവാഇദുൽ മുത്ല ഫീ സിഫാത്തില്ലാഹി തആല വഅസ്മാഇഹി അൽ ഹുസ്ന എന്ന ഗ്രന്ഥം വായിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഖാഇദകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ ഉലമാക്കൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇൽമുൽ അഖീദയിൽ തൗഹീദിന്റെ വിഷയത്തിൽ അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഖാഇദകൾ വളരെ കുറവാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അതിന്റെ ഖാഇദകൾ എന്തുണ്ട്? സ്വാഭാവികമായിട്ടും ധാരാളം പരന്നു കിടക്കുന്നുണ്ട്. പക്ഷെ അത് ഗ്രന്ഥരൂപത്തിൽ രചിക്കപ്പെട്ടത് വളരെ വിരളമാണ്. ഷെയ്ഖ് ഹിഷാം ത്വാഹിരി ഹഫിദഹുല്ലാഹ് അദ്ദേഹം ഒരു ഗ്രന്ഥം ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അത് തൗഹീദുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, തൗഹീദുൽ റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അതുപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇതിലുള്ള എല്ലാ മേഖലകളിലെയും ഖാഇദകളാണ് ഷെയ്ഖ് അവറുകൾ അതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹിഷാം ത്വാഹിരി അത് രചിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഷെയ്ഖ് പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അഖീദയുടെ കാര്യത്തിൽ ഉലമാക്കൾ അങ്ങനെ ഗ്രന്ഥം രചിച്ചിരിക്കുന്നതായിട്ട് ഷെയ്ഖിന് അറിവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ചെയ്തിട്ടുണ്ട്. രചിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ പറയുന്ന അൽ ഖവാഇദുൽ മുത്ല ഫീ സിഫാത്തില്ലാഹി തആല വഅസ്മാഇഹി അൽ ഹുസ്ന എന്ന് പറയുന്ന ഗ്രന്ഥം. ഇവിടെ ഖാഇദ പഠിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ദീനിൽ. ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുക, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, അൽ ഖവാഇദു ലികുല്ലി ഇൽമിൻ കൽ ഹബിലി ലിഹുദ്മത്തിൽ ഹതബ് എന്നാണ്. ഏത് വിജ്ഞാന ശാഖയുടെയും ഖാഇദകൾ, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇത് വിറക് കെട്ടിന് കയറ് എങ്ങനെയാണോ അതുപോലെയാണ്. ഒരാൾ കുറെ അധികം വിറകുകൾ ശേഖരിച്ചു, എന്നിട്ട് അത് കെട്ടിയിട്ടൊന്നുമില്ല, കെട്ടാറ് തലയിൽ വെച്ച് കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്താ? ഓരോ വിറകുകൾ എന്ത് ചെയ്യും? വീണുപോകും. അതിന് ബലം ഉണ്ടാവില്ല, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല, കൃത്യത ഉണ്ടാവില്ല. അപ്പോ വിറകുകൾ ശേഖരിച്ചിട്ട് അത് കെട്ടിവെക്കുന്നത് പോലെയാണെന്ത്? ഖാഇദകൾ പഠിക്കുക എന്നത്, അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുക. ഏത് ഇൽമാണെങ്കിലും അതിന്റെ ഖാഇദകൾ പഠിക്കുന്നത് വിറക് കെട്ടുകൾക്ക് എങ്ങനെയാ, എത്ര പ്രാധാന്യമുള്ളതാണോ അതിന് കെട്ടുന്ന കയറ്, അതേപോലെയാണ് നാം. അതുകൊണ്ട് തന്നെ അല്ലാമ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ മൻദൂമത്തു അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യയിൽ അതിന്റെ തുടക്കത്തില് പറയുന്നത് കാണാം, ഇഅലം, നമ്മൾ പഠിച്ചായിരിക്കും അല്ലെ, ഇഅലം ഹുദീത അന്ന അഫ്ളൽ മിനൻ, നീ അറിയണം അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമുൻ യുസീലു ശക്ക അൻക വദ്ദറൻ, ശക്കും ദറനും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശുബ്ഹാത്തുകളും ഷഹവാത്തുകളും നീക്കാൻ കെൽപ്പുള്ളതായ ഇൽമു പഠിക്കലാണ്.
അപ്പോൾ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആശയപരമായിട്ടുള്ള ശുബ്ഹാത്തുകളും ആശയക്കുഴപ്പങ്ങളും, അതേപോലെ തന്നെ ഷഹവാത്തുകൾ, ഹറാമിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഷഹവാത്തുകൾ. ഇത് രണ്ടും നീക്കാൻ കെൽപ്പുള്ളതായ ഇൽമ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ അനുഗ്രഹം. മാത്രമല്ല വയവിഷുൽ ഹഖ്ക ലിൽ ഖുലൂബി, ബുദ്ധിയുള്ള ആളുകൾക്ക് ഹക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കണം, വിശദീകരിച്ചു കൊടുക്കുന്നതായിരിക്കണം ആ ഇൽമ്. വയൂസിലുൽ അബ്ദ ഇലൽ മത്ലൂബി, ഒരു അടിമയെ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതുമായിരിക്കണം എന്ത്. അങ്ങനെയുള്ള ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയാം, അതുകൊണ്ട് നീ ഇൽമു പഠിക്കുക എന്നല്ല പറയുന്നത്, പിന്നെന്താണ് പറയുന്നത്? ഫഹരിസ് അലാ ഫഹ്മിക ലിൽ ഖവായിദ്. അപ്പോ ഈ ശുബ്ഹാത്തുകളും ഷഹവാത്തുകളും എല്ലാം നീക്കം ചെയ്യാൻ പറ്റുന്ന, ഹത്തിലേക്ക് ഒരു മനുഷ്യനെ വഴി വെച്ചു കൊടുക്കുന്ന, അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഇൽമ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഖായിദകൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ശേഖ് പറഞ്ഞത് ഫഹരിസ് അലാ ഫഹ്മിക ലിൽ ഖവായിദ്. അതുകൊണ്ട് ഖായിദകൾ പഠിക്കുന്ന, അവിടെ ശേഖ് ഉദ്ദേശിക്കുന്നത് ഖവായിദുൽ ഫിഖ്ഹിയാണ്. എന്നാൽ ഉലമാക്കൾ വിശദീകരിക്കുന്നത് പറയുന്നതാണ് ഏത് ഇൽമിന്റെയും ഖായിദകൾ പഠിക്കുക എന്നുള്ളതാണത് പ്രധാനം. അപ്പൊ അതിന്റെ ഖായിദകൾ മനസ്സിലാക്കുന്നതിൽ നീ നല്ല ഹെർസുള്ളവനാകണം, അതിൽ നീ കൂടുതൽ തൽപരനാകണം. ജാമിഅത്തിൽ മസാഇൽ ഷവാരി, ഖായിദകളുടെ പ്രത്യേകത എന്താ? അതെന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തങ്ങളായി പലയിടത്ത് ചിതറിക്കിടക്കുന്ന അതിന്റെ ജുസ്ഇയ്യാത്തുകൾ, വ്യത്യസ്ത മസാലകൾ, അതിനൊക്കെ ഒരു ഖായിദ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് അൽ ഉമൂറു ബിമഖാസിദിഹ എന്നുള്ള ഖായിദയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിഖ്ഹിന്റെ എല്ലാ ബാബും, ഫിഖ്ഹിന്റെ മാത്രമല്ല ശരീഅത്തിന്റെ ഇൽമിൽ എല്ലാ ബാബുകളും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഈ ഒരു ഖായിദയുടെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മസാലകൾ ഒരുമിച്ച് കൂട്ടുന്നത് ഖായിദകളാണ് നീ ചെയ്യേണ്ടത്, അതിനാൽ പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നിനക്ക് ഇൽമിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. മാത്രമല്ല തൗഫീഖ് നൽകപ്പെട്ടിരിക്കുന്ന, മുൻകഴിഞ്ഞിരിക്കുന്നതായ അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ സലഫുകളുടെ മാർഗത്തിലൂടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഞ്ചരിക്കാൻ പറ്റും. എന്ത് വേണം? നീ ഖായിദകൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഈ ഗ്രന്ഥത്തില് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അസ്മാകളും അല്ലാഹുവിന്റെ നാമങ്ങളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖായിദകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ വിഷയം എന്താണ്? അല്ലാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളാണ്. ഉലമാക്കൾ പറയുന്നത് കാണാം, അന്ന ശറഫൽ ഇൽമി ബിശറഫിൽ മഅലൂം. ഏതൊരു ഇൽമിന്റെയും ഷറഫ്, അതിന്റെ മഹത്വം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്? എന്തിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്? ആ പഠിക്കപ്പെടുന്ന കാര്യത്തിന്റെ ഷറഫ് എന്താണോ അതിനനുസരിച്ച് ആ ഇൽമിന് എന്തുണ്ടാവും? മഹത്വം ഉണ്ടാകും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അസ്മാഉം സിഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൽമ് എന്താണ്? വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞ ഇൽമാണ്. ഇസ്ഹ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മഅരിഫത്തുല്ലാഹി അസ്സ വജല്ല വമഅരിഫത്തു അസ്മാഇഹി അൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയൽ, അതേപോലെ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അറിയുക എന്നത് വഹുവ അഫ്ദലുൽ അഅമാലി, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണെന്നാണ്. അപ്പൊ ഇൽമു പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു അമലാണ്. അപ്പൊ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അവന്റെ നാമങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, കണ്ടു മനസ്സിലാക്കാനുള്ള മാർഗങ്ങളില്ല. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്, ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂല, കേട്ട് മനസ്സിലാക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് സാധിക്കൂല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇതറാക്കി ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്താണോ പറഞ്ഞു തന്നത് അത് പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എന്താണോ പറഞ്ഞു തന്നത് അത് ഈ അസ്മാകളിലൂടെ സിഫാത്തുകളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അവന്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കുക എന്നുള്ളത് അതാണ് അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമലും അതേപോലെ ഫലമുള്ളതും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതുമായ അമല് എന്ന് ഇസ്ഹ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യ ജിന്ന് വർഗങ്ങളെ നാം എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോ സൃഷ്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അല്ലാഹു മാത്രമേ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് തൗഹീദുൽ അമലി എന്നാണ് ഉലമാക്കൾ പറയുന്നത്. തൗഹീദുൽ അമലിയാണ് റൂഹിയത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കുക. ഒരാൾക്ക് അല്ലാഹുവിന് മാത്രം യഥാവിധം ശരിയായിട്ട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അനിവാര്യമായതാണെന്ത്? അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കുക എന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞതിൽ കാണാം, ഒരാൾ അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിച്ചു, അങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. വേറൊരാൾ ഒന്നും പഠിക്കാതെ ഇബാദത്ത് ചെയ്യുന്നു. എന്നാൽ അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പഠിക്കാത്തവർക്ക് ചെയ്യാൻ സാധിക്കൂല. അതേപോലെ തന്നെ ഒരാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടില്ല. എന്നാൽ ഈ കൂടുതൽ പഠിച്ചിരിക്കുന്നയാളുടെ ഇബാദത്തുകളുടെ സവിശേഷത, അതിന്റെ ഗുണം തീരെ പഠിക്കാത്തവന്റെ ഇബാദത്തുകൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോ ഇബാദത്തുകൾ ശരിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അസ്മാഉൽ സിഫാത്തുകൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, സൃഷ്ടിപ്പിന്റെ വേറൊരു ലക്ഷ്യം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന എന്താണ്? തൗഹീദുൽ ഇൽമിയാണ്. ആദ്യം പറഞ്ഞ ആയത്തിലെ തൗഹീദുൽ അമലിയാണ്. അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. രണ്ടാമത് പറയുന്നത് തൗഹീദുൽ ഇൽമിയാണ്. അത് അള്ളാഹു ഇങ്ങനെ പറയുന്നത് കാണാം, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതേപോലുള്ള ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചിട്ടുണ്ട്. യതനസ്സലുൽ അംറു ബൈനഹുന്ന. അവകളുടെ ഇടയിലൂടെ അള്ളാഹുവിന്റെ വഹയ് എന്ത് ചെയ്യുന്നു? ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 7 ആകാശങ്ങളെയും 7 ഭൂമികളെയും സൃഷ്ടിച്ചതും വഹയ് ഇറക്കുന്നതുമെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഖദീറാണ് എന്നറിയാനാണ്. അള്ളാഹുവിന്റെ സവിശേഷതകൾ പഠിക്കാനാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, ശക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനാണ്. വഅൻ അലാ കുല്ലി ഷൈഇൻ വഅന്നല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. സകല വസ്തുക്കളിലും അള്ളാഹുവിന്റെ ഇൽമ് ചെയ്തിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അതേപോലെ അവന്റെ മറ്റുള്ള സിഫാത്തുകളെ കുറിച്ച് എല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, സൃഷ്ടിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് തൗഹീദുൽ ഇൽമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിലേ അത് അതിനകത്ത് തൗഹീദുർ റുബൂബിയ്യത്തും അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എല്ലാം ചെയ്യും, അതിൽ വരും. അപ്പോ ഈ പറയുന്ന ലക്ഷ്യത്തിനാണ് അള്ളാഹു മനുഷ്യനെ അല്ലെങ്കിൽ ലോകം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് അറിയല്, പഠിക്കല് അനിവാര്യമായ കാര്യമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കിതാബിലേക്ക് വരികയാണെങ്കിൽ ഇതിന് പ്രാരംഭമായിക്കൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഒരു തഖദീമ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഈ ക്ലാസിന്റെ മുന്നോടി എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം അത് വായിക്കാം. അതിനുശേഷം അരമണിക്കൂർ ഉദ്ദേശിക്കുന്നത്. അപ്പോ ശൈഖ് മുസന്നിഫ് റഹിമഹുല്ലാഹയുടെ മുഖദ്ദിമയും എന്ത് ചെയ്യാം, ആ സമയം തീരുന്ന സമയത്ത് നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാ. അമ്മാ ബഅദ് ഫഖദ് ഇത്ലഅതു അലൽ മുഅല്ലഫി അൽ ഖയ്യിം. ഈ വിലമതിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വളരെ വിശിഷ്ടമായ അതുല്യമായ ഈ ഗ്രന്ഥം അത് ഞാൻ എന്ത് ചെയ്തു, പരിശോധിച്ചു. ഞാനത് നോക്കുകയുണ്ടായി, പരിശോധിക്കുകയുണ്ടായി. الذي كتبه صاحب الفضيلة العلامة أخونا الشيخ محمد بن صالح العثيمين. അപ്പോ ഷെയ്ഖ് അവർകൾ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് രചിച്ചിരിക്കുന്നതായ ഈ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു. ഏത് കാര്യത്തിലാണ്? ഫിൽ അസ്മാഇ വസ്സിഫാത്ത്. അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്.
വസമ്മാഹു അതിന് അദ്ദേഹം പേര് നൽകി അൽ ഖവാഇദുൽ മുസ്ല ഫീ സിഫാത്തില്ലാഹി തആല വഅസ്മാഇഹി അൽ ഹുസ്ന എന്നാണ്. അൽ ഖവാഇദുൽ മുസ്ല എന്ന് പറഞ്ഞാൽ അൽ ഖവാഇദുൽ ഫുദ്ല, ഏറ്റവും ശ്രേഷ്ഠമായ സവിശേഷമായ ഖായിദകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അതേപോലെ വിശിഷ്ടമായ അവന്റെ അസ്മാകളിലും ഉള്ളതായ ഖവായിദുകൾ, ശ്രേഷ്ഠമാർന്ന ഖവായിദുകൾ എന്നാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, പേര് വച്ചിരിക്കുന്നത്. വസമിഅതുഹു മിൻ അവ്വലിഹി ഇലാ ആഖിരി, അതിന് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഫഅൽഫൈതുഹു കിതാബൻ ജലീല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ അതിനെ കണ്ടെത്തിയത് എങ്ങനെയാണ്, വളരെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടെത്തിയത്. ഫഅൽഫൈതുഹു എന്ന് പറഞ്ഞാൽ ഈ വജദ്തുഹു, ഞാൻ അതിനെ എന്ത് ചെയ്തു, കണ്ടെത്തി. അപ്പോ ഖദ് ഇശ്തമല അലാ ബയാനി അഖീദത്തി സലഫി സ്വാലിഹി ഫി അസ്മാഇല്ലാഹി വസിഫാതിഹി, സലഫ് സ്വാലിഹീങ്ങളുടെ അസ്മാഉ സിഫാത്തിലുള്ളതായ അഖീദയുടെ വിശദാംശം ചെയ്തിട്ടുണ്ട്, അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളതാണ് എങ്ങനെയാണ് സലഫ് സ്വാലിഹീങ്ങൾ അള്ളാഹുവിന്റെ അസ്മാഅുകളെ സിഫാത്തുകളെ സംബന്ധിച്ച് അവരുടെ അഖീദ എന്തായിരുന്നു, ആ അഖീദയുടെ വിശദാംശമാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. കമഷ്തമല അലാ ഖവാഇദ അദീമ വഫവാഇദ ജമ്മത്തിൻ ഫീ ബാബിൽ അസ്മാഇ വസ്സിഫാത്ത്, ഏതുപോലെ ഇതിലെ വളരെ മഹത്വമേറിയ പല ഖായിദകളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ ധാരാളം ഫായിദകൾ, അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം ഫായിദകൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വഔദഹ മഅനൽ മഅയ്യതി الواردة في كتاب الله عز وجل الخاصة والعامة. അതേപോലെ മുഅല്ലിഫ് റഹിമഹുല്ലാ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ മഅയ്യത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ മഅയ്യത്ത് ഖാസ്സായ മഅയ്യത്തുണ്ട്, ആമായ മഅയ്യത്തുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും കായിദകളിൽ എന്താണ് പൊതുവായ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ കൂടെയാകൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഖാസ്സായ കൂടെ ഉണ്ടാകലുണ്ട്, അതേപോലെ ആമായതുണ്ട്. അത് അപ്പൊ ഖുർആനിലെ അള്ളാഹുവിന്റെ കിതാബിൽ ഇങ്ങനെ വന്നിരിക്കുന്നതായ മഅയ്യത്ത്, അതിന്റെ മാന എന്താണ് എന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതിന്റെ അർത്ഥം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടുക്കൽ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വഅന്നഹ ഹഖ്ഖുൻ അലാ ഹഖീഖതിഹ, അത് ഹക്കായ കാര്യമാണ്, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ. അല്ലാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ട്, അതായത് ലാ തഖ്തദി ഇംതിസാജൻ വഖ്തിലാഫൻ ബിൽ മഖ്ലൂഖീന, കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തിനെ തേടുന്നില്ല, അത് താല്പര്യപ്പെടുന്നില്ല, മഖ്ലൂഖീങ്ങളുമായിട്ട് അള്ളാഹു ചെയ്തിട്ടുണ്ട്, കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള താല്പര്യം അതിനില്ല, അത് ആവശ്യപ്പെടുന്നില്ല ഈ മഅയ്യത്ത്. എന്നാലും എന്താണ് ആ മഅയ്യത്ത് യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതാണ്. ബൽ ഹുവ സുബ്ഹാനഹു ഫൗക അർശിഹി, എന്നാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു സൃഷ്ടികളുമായിട്ട് ഇഖ്തിലാഫില്ല, എന്നാൽ അല്ലാഹു ഇവിടെയാണ് ഫൗക അർശിഹി, അവന്റെ അർശിന്റെ മേലെയാണ്. കമാ അഖ്ബറ അൻ നഫ്സിഹി, അല്ലാഹു അവനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞത് അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ അർശിന് മേലെയായിരിക്കെ തന്നെ അവൻ എന്തുണ്ട്, ഹഖീഖത്ത് എന്ന നിലയിൽ മഅയ്യത്തുണ്ട്. വകമാ യലീഖു ബിജലാലിഹി സുബ്ഹാനഹു, അല്ലാഹുവിന്റെ മഹത്വത്തോട് യോജിച്ച നിലയിൽ. വഇന്നമാ തഖ്തദി, അതിന്റെ താല്പര്യം ഇത്ര മാത്രമാണ്. അപ്പോ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സൃഷ്ടികളുടെ കൂടെ, സൃഷ്ടികൾ അവിടേക്കുണ്ടോ അവിടേക്കുണ്ടെന്നല്ല, അത് വളരെ മോശപ്പെട്ട എന്താണ് ഒരു ചിന്തയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം പിഴച്ച വിശ്വാസമുള്ള ആളുകളുണ്ട്. ഒരാള് ബാത്റൂമിലാണെങ്കിൽ അവിടെ അള്ളാഹു ഉണ്ടെന്ന് പറയേണ്ടി വരും, ഔദുബില്ല, ആ വാദം പ്രകാരം. അപ്പൊ അത് തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ എന്താണ് മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൃഷ്ടികളുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അള്ളാഹു ഇവിടെ തന്നെയാണ്, ഫൗക്കൽ അർശിലാണ്, അർശിന്റെ മേലെയാണ് അവൻ. അത് അവന്റെ മഹത്വത്തോട് യോജിച്ച നിലയിൽ എങ്ങനെയാണോ അങ്ങനെ, അതിന്റെ കൈഫിയത്ത് നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഇവിടെ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്, ഇന്നമാ തഖ്തദി ഇൽമഹു, ഇവിടെ ഈ മഅയ്യത്തിന്റെ നേട്ടം അവന്റെ ഇൽമാണ്. വത്തിലാഅഹു വഇഹാതതുഹു ബിഹിം, അവൻ എന്ത് ചെയ്യുന്നു,
നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരെ വലയം ചെയ്തിരിക്കുന്നു. വസമാഅഹു ലിഅഖ്വാലിഹിം വഹറകാതിഹിം, അവരുടെ വാക്കുകളും അവരുടെ ഹറകാത്തുകളും എന്ത് ചെയ്യുന്നു, അള്ളാഹു കേൾക്കുന്നുണ്ട്. വബസറഹു ബിഅഹ്വാലിഹിം വദമാഇരിഹിം, അവരുടെ അവസ്ഥകളും അവരുടെ ഉള്ളുകളുമെല്ലാം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. ഇതാണ് ഇതിന്റെ നേട്ടം. മാത്രമല്ല അത് എന്താണ്, ഈ പറഞ്ഞ കാര്യം അത് മഅയ്യ അൽ ആമ്മയാണ്. എല്ലാവരെയും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരെ അള്ളാഹു ചെയ്തിട്ടുണ്ട് അവന്റെ ഇൽമു കൊണ്ട്, അവന്റെ കേൾവി കൊണ്ട്, അവന്റെ കാഴ്ച കൊണ്ട് ചെയ്തിട്ടുണ്ട്, വലയം ചെയ്തിട്ടുണ്ട്. ഇത് അൽ മഅയ്യത്തുൽ ആമ്മയാണ്. സകല ജനങ്ങളെയും, കാഫിറിനെയും മുഅ്മിനീനെയും എല്ലാവരെയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള മഅയ്യത്തുണ്ട്. അതേപോലെ വഹിഫ്ളഹു വകലാഅതഹു ലിറുസുലിഹി വഔലിയാഇഹി അൽ മുഅ്മിനീൻ. പിന്നെ ഒരു ഘട്ടം എന്താണ് അതിന്റെ, അത് അള്ളാഹുവിന്റെ ഹിഫ്ളാണ്, സംരക്ഷണമാണ്. വകലാഅതഹു എന്ന് പറഞ്ഞാൽ അവന്റെ റിആയത്ത്, അവന്റെ പരിഗണന, അവന്റെ സംരക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ആർക്കുള്ള സംരക്ഷണം, ലിറുസുലിഹി വഔലിയാഇഹി അൽ മുഅ്മിനീൻ, മുർസലീങ്ങൾക്കും അതേപോലെ മുഅ്മിനീങ്ങളായ അവന്റെ വലിയകൾക്ക്, ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പ്രത്യേകം ഒരു സംരക്ഷണമുണ്ട് അള്ളാഹുവിന്റെ. വനസ്റഹു ലഹും, അവർക്ക് പ്രത്യേകമുള്ള സഹായമുണ്ട്. വതൗഫീഖഹു ലഹും, അവർക്കുള്ള പ്രത്യേക ഉദവികളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്. അതാണെന്ത് അൽ മഅയ്യത്തുൽ ഖാസ്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും ഹാറൂന്റെ വീട്ടിലും പറഞ്ഞില്ല, നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ കൂടെ നിന്നുണ്ട്, ഞാനുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നസ്റുണ്ട്, സഹായമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതിനാണ് അൽ മഅയ്യത്തുൽ ഖാസ്സ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് എല്ലാ സൃഷ്ടികൾക്കും ബാധകമായ മഅയ്യത്താണ്. അള്ളാഹു ചെയ്യുന്നു, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇലാ ഗൈരി ദാലിക മിമാ തഖ്തദിഹി അൽ മഅയ്യത്തുൽ ആമ്മത്തു വൽ ഖാസ്സ മിനൽ മആലി അൽ ജലീല വൽ ഹഖായിഖ് സാബിതത്ത് ലില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മഅയ്യത്തുൽ ആമ്മ അൽ ഖാസ്സ, ഇതെല്ലാത്തതും ഈ നേരത്തെ പറഞ്ഞതും അതെല്ലാത്തതുമായ ഇതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ താല്പര്യങ്ങൾ, അതിന്റെ ജലീലത്തായ മഹത്വമുള്ളതായ മാനകളും അതേപോലെ തന്നെ അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിരിക്കുന്ന അതുപോലുള്ള ഹഖായിഖുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ശൈഖ് അവர்கள் ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. കമഷ്തമൽ അലാ ഇൻകാരി ഖൗലി അഹ്ലി തഅ്തീൽ, അതേപോലെ തന്നെ ഇത് പ്രധാനപ്പെട്ടിരിക്കുന്നതിന്റെ മറ്റൊരു കണ്ടന്റ് എന്താണ്, അഹ്ലു തഅ്തീലിനെ ഇൻകാർ ചെയ്യുന്നു. അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും എന്ത് ചെയ്യുന്നവരെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തശ്ബീഹ്, അതിനെ സൃഷ്ടികരുടെ സിഫാത്തുകളോട് സാദൃശ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ വാദങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇൻകാർ ചെയ്യുന്നുണ്ട്. അതേപോലെ തംസീലും അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്ത് ചെയ്യുക, ഇന്നതുപോലെയാണ് എന്ന് പറയുന്നത്. അഹ്ലുൽ ഹുലൂൽ വൽ ഇത്തിഹാദ്, അതേപോലെ അഹ്ലുൽ ഹുലൂൽ വൽ ഇത്തിഹാദ്, അഹ്ലുൽ ഹുലൂൽ എന്ന് വെച്ചാൽ അള്ളാഹു ചെയ്തിരിക്കുന്നു, സൃഷ്ടികളിലേക്ക് ഇറങ്ങി വരുന്നു. വൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടികൾ അള്ളാഹുമായി മാറലാണ്. അങ്ങനെയുള്ള ചില സൂഫി ചിന്താഗതികളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വ്യക്തമായി ഇൻകാർ ചെയ്യുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് ഫജസാഹുല്ലാഹു ഖൈറ, അള്ളാഹു ഇതിന്റെ മുസന്നിഫ് റഹിമഹുല്ലക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. വദാഅഫ മദൂബതഹു, അതിന്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു കൊടുക്കട്ടെ. വസാദനാ വഇയ്യാഹു ഇൽമൻ വഹുദൻ വതൗഫീഖ, ഇതിന്റെ മുഅല്ലിഫിനും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനവും സന്മാർഗവും നല്ലത് ചെയ്യാനുള്ള ഉദവികളുമെല്ലാം വർദ്ധിപ്പിച്ചു നൽകട്ടെ. വനഫഅ ബികിതാബിഹി അൽ ഖുറാഅ വസായിറൽ മുസ്ലിമീൻ, ഇത് വായിക്കുന്നവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും എല്ലാം ഇതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, പ്രയോജനം നൽകട്ടെ. ഇന്നഹു വലിയ്യു ദാലിക വൽ ഖാദിറു അലൈഹി, അല്ലാഹുവാണ് അതിന്റെ രക്ഷാധികാരി, അതിന് കഴിവുള്ളവൻ. ഖാലഹു മുംലീഹിൽ ഫഖീറു ഇലല്ലാഹി തആല, ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാരാണ്, ഇത് പറഞ്ഞു കൊടുത്തതാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഇംലാ ചെയ്തതാണ്, പറഞ്ഞു കൊടുത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് അബ്ദുൽ അസീസ് ബിനു അബ്ദുല്ലാഹി ബിൻ ബാസ് സാമഹഹുല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ഇത് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന ഒരു സമർപ്പണമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുസന്നിഫ് റഹിമഹുല്ലാഹയുടെ മുഖദ്ദിമ നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.